ഹലോ ഗൈസ്, ഞായറാഴ്ച ദിവസം വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെയാണ്. രാവിലെ തന്നെ ചങ്ങായിമാരൊക്കെ കൂട്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങണം, എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് രാത്രി ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ കയറണം. ഇന്നും പതിവ് പോലെ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ആദ്യം തന്നെ മക്കാനി കയറി ഓരോ ചായ കുടിച്ചിട്ടാവാം ഇന്നത്തെ കറക്കെന്ന് കരുതി ഇവിടെ വന്നു. 3 ചായ പറഞ്ഞു. കടികൾ കുറേ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഓരോ കടി മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എല്ലാവരും രാവിലെ തന്നെ നല്ലോണം വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ആർക്കും വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് ഒരു ചായ കൂടി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അവിടുന്ന് ഭീമനെ വിളിച്ച് ഗ്രൗണ്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ നാട്ടിലേക്ക് വരാൻ. അവിടെ നിന്ന് വെള്ളമൊക്കെ കയറി പൊളി വൈബാന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഇവിടെ തന്നെ അല്ലേ, ഇന്നൊരു ചേഞ്ചിന് അങ്ങോട്ടേക്ക് വിടാന്ന്. അങ്ങനെ നേരെ വണ്ടി എടുത്ത് ഭീമനെ നാട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിയാണ് കാരന്തൂർ ATM മുന്നിൽ ഭീമൻ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് അവനെ കയ്യോടെ കൂട്ടി ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ കാറൊക്കെ അവൻ്റെ വീട്ടിൽ വെച്ച് തിരിച്ച് വയലിലേക്ക് പോകുമ്പോൾ പെരും മഴയും പെയ്യാൻ തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞങ്ങൾ മഴ അങ്ങോട്ട് കൊണ്ടു. പിന്നെ ഇതൊക്കെ ഒരു വൈബല്ലേ, മഴ കൊണ്ട് അവൻ്റെ നാട് മൊത്തത്തിലൊന്ന് കറങ്ങി നടന്ന് കാണാമെന്ന് കരുതി. സത്യം പറയാലോ, നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് ഇവിടെ. കുറച്ച് ഉള്ളോട്ടേക്കാണ് ചിലവൂര് പുഴേൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് അവൻ്റെ വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ വെള്ളം കയറലും വീട് മാറി താമസിക്കലൊക്കെ അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇത്തവണ എന്തോ വലിയ രീതിയിൽ വെള്ളം കയറിയില്ല, അതുകൊണ്ട് അവന് വീട് മാറേണ്ടി വന്നില്ല. ഞങ്ങളെന്തായാലും ഇവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി. അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. മുന്നോട്ട് പോകും തോറും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ട് മഴക്കാലത്ത് ഈ സ്ഥലം മൊത്തത്തിൽ മാറിപ്പോയ പോലെ ഉണ്ട്. കാരണം വേനൽക്കാലത്തൊക്കെ ഇവിടെ മൊത്തം വറ്റി വരണ്ട് കിടന്ന സ്ഥലമാണ്. ഇപ്പം അതാ വയലേതാ റോഡേതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. റോഡും വയലൊക്കെ ഒന്നായിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. നമുക്കെന്താ പറയുക, ബോറടിക്കാതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ പറ്റിയ ഒരു സ്പോട്ട്. വലിയ തിരക്കും ബഹളങ്ങളും ഒന്നുമില്ല, നല്ല ശാന്തമായ സ്ഥലം. ഞങ്ങൾ കുറേ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് ഒരു സംഭവം ശ്രദ്ധിച്ചത്. കുറേ വലിയ വലിയ വീടുകളുണ്ട്, പക്ഷെ അതിൽ ഒറ്റയൊന്നിൽ പോലും ആൾതാമസമില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ബിയാൻ പറഞ്ഞത് അവനും വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഇത് കുറേ കാലം മുന്നേ ഉണ്ടാക്കിയിട്ട വീടുകളാണ്, പക്ഷെ ഇതിലൊന്നും ആൾക്കാരില്ല. മഴക്കാലത്ത് വെള്ളം കയറുന്ന പ്രശ്നം കൊണ്ടാണോ ഇവിടെ ആൾക്കാരില്ലാത്തത് എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയില്ല. പക്ഷെ സത്യം പറയാലോ, കണ്ടിട്ട് ഭയങ്കര വിഷമാവും നമുക്ക്. കാരണം അത്രയും നല്ല വീടുകളാണ്, ഒക്കെ ഇങ്ങനെ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്ന് ആർക്കറിയാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടാവാം ഇനി ബാക്കി കറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭീമൻ വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് അനസക്കാൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. അവനെന്തോ താക്കോലെന്തോ കൊടുക്കാണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ടൗണിൽ കൂടെ കറങ്ങി അനസക്കാൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അനസക്ക പ്രത്യേകിച്ച് പതിവ് പോലെ തന്നെ ഭീമൻ ഇരിക്കുന്ന പോലെ യാതൊരു പണിയില്ലാതെ ഫോൺ കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അനസക്കാൻ്റെ അപ്പുറം കാര്യമൊക്കെ പറഞ്ഞ് താക്കോലൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചു. പിന്നെയും കുറേ സമയം അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്ത് വിളിച്ചിട്ട് നേരെ ചെറയിലേക്ക് വരാൻ പറഞ്ഞു. അവൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും കരുതി ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ അവിടേക്ക് വിടാന്ന്. അങ്ങനെ അനസക്കാണ്ട് ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പോയി. പോകുമ്പോൾ തന്നെ ഭീമൻ ആദ്യം പറയുന്നുണ്ട് നമുക്ക് രാത്രിയാണ് അവിടേക്ക് പോകേണ്ടത്. കാരണം ഈ സ്ഥലത്തെക്കുറിച്ച് കുറേ ഭൂതപ്രേത കഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ ഇതിലേക്ക് എന്ത് കാര്യം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ എത്തി അനന്തുവിനെ വിളിച്ചപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പം ഞങ്ങൾക്ക് സംഭവം മനസ്സിലായി, ഞങ്ങളെ കളിപ്പിക്കാനോ പേടിപ്പിക്കാനോ ഉള്ള ശ്രമമാണെന്ന്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു വിവരവും ഇല്ല. ഞങ്ങൾക്കാണെങ്കിൽ ഭ്രാന്ത് കയറാൻ തുടങ്ങി. എത്ര നേരം വെച്ചിട്ട് കാത്തുനിന്ന് അവസാനം ഞങ്ങൾ ഉള്ളോട്ട് കയറി അവനെ തിരയാൻ തുടങ്ങി. ഓരോ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ ഫ്ലാഷ് അടിച്ച് ഓരോ ഭാഗത്തേക്ക് പോയി നോക്കി. ആദ്യം വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ പോയി നോക്കി. പിന്നെ പൊളിഞ്ഞു വീകാനായി ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അവിടെയും പോയി നോക്കി. നോക്കുമ്പോൾ അവിടെ ആളൊന്നുമില്ല, വല്ല പട്ടിയോ പൂച്ചയോ പോയതായിരിക്കുന്നത് ഭീമൻ പറഞ്ഞു. അപ്പോഴാണ് ക്ലിയറായിട്ട് അവൻ ഞങ്ങളെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് അവൻ ഇവിടെ ഇല്ല, അവന് വേറൊരു പരിപാടിക്ക് പോയതാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആദ്യം നല്ല ദേഷ്യം വന്ന്, പിന്നെ പേടിയും. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഓരോ ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള വലിയ ധൈര്യമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായി. അങ്ങനെ ഞായറാഴ്ചക്കാർക്ക് ഞങ്ങൾ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് വേഗം വീട്ടിലേക്ക് വിട്ടു.